ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിരിയാനാവാത്ത വിധം നന്ദിനിയും സൂര്യയും കെട്ടിപ്പിടിക്കുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്. പത്മ പോലും ഞെട്ടിപ്പോവാണ്. പത്മ, അതുപോലെ തന്നെ ഇന്ദ്രജ, വേദ, വിജയ് ഇവർക്കൊക്കെ മുന്നിൽ നന്ദിനിയും സൂര്യയും കെട്ടിപ്പിടിക്കുന്ന ആ കിടുക്കൻ രംഗം പറയാനില്ല കേട്ടോ. അതിനെക്കുറിച്ചുള്ള റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ സൂര്യയ്ക്ക് ഈ അപകടം പറ്റിയിരിക്കുകയാണല്ലോ. സൂര്യയുടെ കാലിനടിയിൽ മൊത്തത്തിൽ പൊള്ളിയിരിക്കുന്നു എന്ന് ഡോക്ടർ സത്യം വെളിപ്പെടുത്തുകയാണ്. നന്ദിനി ഇത് ചെയ്തത് ഇന്ദ്രജയാണെന്ന് പറയുമ്പോൾ പത്മ പറയുകയാണ്, എൻ്റെ മോള് ചെയ്യത്തില്ലടി, നിൻ്റെ അച്ഛനാടി, നീ ഇറങ്ങിപ്പോണമെന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം യതീന്ദ്രനാണെങ്കിലോ ഹോസ്പിറ്റലിന് മുന്നിൽ ഒരു സീൻ ഉണ്ടാവുന്നെന്ന് കാണുമ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ പറയാണ്, എൻ്റെ ഭാര്യ എന്ന് പറയുന്നവളെ ഞാൻ പണ്ടേ പറഞ്ഞാൽ നിൽക്കുന്ന സ്വഭാവക്കാരിയല്ല, അതുകൊണ്ട് എൻ്റെ മോള് സൂര്യയുടെ ചികിത്സ നടക്കണം. അപ്പോഴേക്കും ഡോക്ടർ വരികയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ബഹളം കൂട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ കഴിയില്ല, രോഗിയെ ചികിത്സിക്കാൻ ഞങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല, രോഗിയെ ചൊല്ലിയാണ് പ്രശ്നമെങ്കിൽ ഇവിടെ നിന്നും ഇപ്പോൾ കൊണ്ടുപോകാം രോഗിയെ എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന നന്ദിനി ഒരു തീരുമാനമെടുക്കണേ. ശരി അച്ഛ, അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നു, പക്ഷേ എൻ്റെ മനസ്സ് ഇവിടെ തന്നെ ആയിരിക്കും. ഞാൻ എന്തായാലും സൂര്യ സാറിൻ്റെ എല്ലാ വിവരങ്ങളും എനിക്ക് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. എന്നാൽ തൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം പിഴച്ചിരിക്കുകയാണ്. നന്ദിനി വീട്ടിലെത്തുമ്പോൾ പിന്നീട് തനിക്ക് യാതൊരുവിധ വിവരവുമില്ല. എന്നാൽ ഈ സമയം പത്മ ഒരു വലിയൊരു കമ്പനിയുമായി ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സൂര്യയായിട്ടും ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഈ സമയം പത്മ ആ മീറ്റിങ്ങിന് പോകാൻ പറഞ്ഞിട്ട് കോള് വരികയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഇന്ദ്രജ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മേ, യതീന്ദ്രൻ അതായത് അച്ഛനെ നമുക്ക് ഈ സമയം നമ്മുടെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. അതാണ് ഇപ്പോൾ ഏറ്റവും നല്ല മാർഗ്ഗം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നന്ദിനിയെ നമുക്ക് വീട്ടിൽ നിന്നും വിടാം. അതെങ്ങനെയാടി? അതായത് അമ്മ പോകേണ്ട മീറ്റിങ്ങിന് അച്ഛൻ അങ്ങ് പോവുക, അച്ഛൻ പോവുക, അത് അമ്മയുടെ മിടുക്ക് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഈ സമയം യതീന്ദ്രൻ്റെ മുന്നിൽ ചെന്നിട്ട് പത്മ പറയണേ, നിങ്ങൾ ആ മീറ്റിങ്ങിനൊന്ന് അറ്റൻഡ് ചെയ്യുമോ? ഇല്ല, എൻ്റെ മോനെ ഇവിടെ കിടക്കുകയാണ്, അത് പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് ഈ സമയം ഇവിടെ നിന്ന് പോകാൻ കഴിയാത്തത് കൊണ്ടാണ്. പോയാൽ എന്നെക്കൊണ്ട് അതൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ പോകും, ഞാൻ അവൻ്റെ അമ്മയാണ്, അതുകൊണ്ട് നിങ്ങൾ പോകുമെന്ന് പറയുമ്പോൾ ശരി ഞാൻ പോയേക്കാമെന്ന് പറയാം കേട്ടോ. അപ്പോഴാണ് ഡോക്ടർ വന്ന് പറയുന്നത്, സൂര്യക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ സൂര്യയുടെ കാൽപ്പത്തി നിലത്ത് കുത്താൻ പാടില്ല, അങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഈ അസുഖം കൂടിപ്പോകും, കാരണം കാലിലെ മുറിവ് പൊട്ടാൻ പാടില്ല, അത് ഉണക്കിയെടുക്കണം എന്നുള്ളത് പറയാൻ കേട്ടോ. അപ്പോൾ സൂര്യക്ക് ഒരു ഹോം നഴ്സിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അവിടെ യതീന്ദ്രൻ സമാധാനമാവുകയാണ് കേട്ടോ. തീർച്ചയായും നന്ദിനി നോക്കുമ്പോൾ പിന്നെ തനിക്ക് പേടിക്കേണ്ടതില്ലെന്ന് കരുതി യതീന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം പത്മ ആദ്യം വരികയാണ്. പത്മ വരുന്ന സമയത്ത് നന്ദിനിയോട് പറയാണ്, അതെ എൻ്റെ മകൻ ഇവിടെ വരുന്നുണ്ട്, അതുകൊണ്ട് നീ ഈ സമയം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം, മര്യാദയ്ക്ക് ഇവളുടെ പെട്ടിയും ബാഗൊക്കെ കെട്ടിക്കോ എന്നുള്ളത് ഇന്ദ്രജയോടും കൂടി പറയണം കേട്ടോ. ആംബുലൻസിലായിരിക്കും സൂര്യയെ കൊണ്ടുവരുന്നത്, പിറകെ ആയിരിക്കും. അപ്പോൾ ഉടൻ തന്നെ നന്ദിനിയുടെ പെട്ടിയും ബാഗൊക്കെ കെട്ടി നന്ദിനിയെ വലിച്ചഴിച്ച് പുറത്തോട്ട് ഇറക്കുകയാണ് കേട്ടോ. ഈ സമയം നന്ദിനിയാണെങ്കിലോ പോവില്ലെന്നും കടുത്ത മറുപടി ഇവരോട് നൽകുകയാണ്. അപ്പോൾ ഈ സമയം നീ പോവില്ലെങ്കിൽ നിന്നെ ഇറക്കാൻ അറിയാടി, ഇത് എൻ്റെ വീടാണ്, നീ ഇറങ്ങണമെന്ന് പറയുമ്പോൾ സൂര്യ വഴി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂര്യയാണെങ്കിൽ നന്ദിനിയെ കണ്ണുകൾ കൊണ്ട് പരതാണ്. നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. സ്ട്രക്ചറിൽ കിടക്കുമ്പോഴും സൂര്യ അത് തന്നെ വിളിക്കുന്നു. പക്ഷേ ഇപ്പുറത്താണെങ്കിൽ ഇന്ദ്രജയും വേദയും കൂടി നന്ദിനിയെ ഒരു സൈഡിലോട്ട് മാറ്റി വാ പൊത്തി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നന്ദിനിക്ക് സൂര്യ വിളിക്കുന്നതിന് വിളിയേക്കാൻ കഴിയില്ല. അങ്ങനെ മുകളിലത്തെ റൂമിലോട്ട് കൊണ്ടുപോവാണ്. ഇതേ സമയം രാജുവിനോട് പറയാണ്, ഇവിടെ നടക്കുന്നതൊന്നും തന്നെ പറയാൻ പാടില്ല, പക്ഷേ നീ ഇനി ഈ സൂര്യയുടെ റൂമിലോട്ട് പോകാനും പാടില്ല എന്ന് പത്മ ആവശ്യപ്പെടുകയാണ്. രാജുവിൻ്റെ ഫോണും വാങ്ങി വെക്കുകയാണ് കേട്ടോ. മണിയാണെങ്കിൽ മണി, അതല്ലെങ്കിൽ രാജു വരികയാണെങ്കിൽ രാജു കേട്ടോ. അങ്ങനെ ഫോണും വാങ്ങി വെക്കുകയാണ്. ഇതേ സമയം നന്ദിനിയെ വലിച്ചഴിച്ച് സൂര്യയെ മേലോട്ട് കൊണ്ടുപോയല്ലോ. വിജയാണെങ്കിൽ കൂടെ പോയിരിക്കുന്നത്. അങ്ങനെ നന്ദിനിയെ വലിച്ചഴിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ നന്ദിനി പറയാണ്, നിങ്ങളുടെ വീടായിരിക്കാം, പക്ഷേ ഈ വീട്ടുമുറ്റത്ത് ഞാൻ ഇവിടെ നിരാഹാരം എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ, അതുപോലെ തന്നെ പട്ടിണി കിടന്ന് ആളുകളെ അറിയിച്ച് ഞാൻ എല്ലാ സത്യങ്ങളും ഞാൻ പറയും. എനിക്ക് സൂര്യ സാറിനെ ഒരു നോക്ക് കാണാതെ ഞാൻ ഇവിടെ നിന്നും പോകത്തില്ല, സൂര്യ സാറിനെ എനിക്ക് കാണണമെന്ന് പറയാം കേട്ടോ. അപ്പോഴൊക്കെ സൂര്യ നന്ദിനി എന്ന് പറഞ്ഞ് ഉറക്കി വിളിച്ചും കൊണ്ടിരിക്കുന്നു. പക്ഷേ വിളിക്കുത്തരം നൽകാൻ നന്ദിനിക്ക് കഴിയില്ലല്ലോ. നന്ദിനി സൂര്യ സാർ ഞാൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുമെങ്കിലും കൂടി താഴെ നിന്നുള്ള ആ ഒച്ച മുകളിലോട്ട് കേൾക്കില്ല കേട്ടോ. അങ്ങനെ ഈ സമയം ഈ സൂര്യ ഒരുപാട് തവണ വിളിക്കും നന്ദിനി എവിടെയെന്ന്. അങ്ങനെ രാജുവിൻ്റെ ഫോണിലോട്ട് സൂര്യ വിളിച്ചു നോക്കുകയാണ്. അപ്പോൾ രാജു എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇന്ദ്രജയും വേദയും കൂടി പറയുകയാണ്, രാജുവേട്ടൻ്റെ വീട്ടിലോട്ട് മരിച്ചിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്, രാജുവേട്ടൻ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തട്ടിക്കൂട്ടുകയാണ് കേട്ടോ. പിന്നീട് നന്ദിനിക്കാണെങ്കിലോ സൂര്യയെ കാണാതെ ഉറങ്ങാൻ കഴിയില്ല. അങ്ങനെ നന്ദിനി ഒരു തീരുമാനമെടുക്കുകയാണ്, ഇനി എന്തായാലും വേണ്ടില്ല,
അർദ്ധരാത്രിയാവുമ്പോൾ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം സൂര്യ സാറിനെ പോയി കാണാം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇന്ദ്രജയും വേദയും ഒരു പണി ചെയ്യുകയാണ്. അതായത് വിജയെ റൂമിൻ്റെ വാതിൽക്ക് തന്നെ കിടത്തുകയാണ്. എന്നിട്ട് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത വിധത്തിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ നന്ദിനിക്ക് ആ റൂമിലോട്ട് കടന്നു പോകാനും കഴിയില്ല. പിന്നീടാണെങ്കിലോ സൂര്യക്ക് 1-2 ദിവസം കഴിയുമ്പോൾ സൂര്യയുടെ അസുഖത്തിനൊക്കെ ഒരു കുറവ് വരികയാണ്. അപ്പോഴും സൂര്യ നന്ദിനിയെ ചോദിക്കുകയാണ്, ഇനി നന്ദിനിയെ നിങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയ എന്ന് നിങ്ങൾ എന്നോട് പറയണ്ട. നന്ദിനി ഒരിക്കലും എനിക്ക് ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ അവൾ പോവില്ല, അവൾ എന്നെ കാണാതെ അവൾ പോവില്ല, അത് അവളുടെ മുത്തശ്ശിക്ക് വയ്യ, അതൊന്നും നിങ്ങൾ പറയണ്ട, അതുകൊണ്ട് എനിക്ക് നന്ദിനിയെ കാണണമെന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറക്ക ഗുളിക കൊടുത്ത് സൂര്യയെ കിടത്താണ്. അങ്ങനെ 3-4 ആഴ്ചകൾ കഴിയാണ്. പിന്നീടും നന്ദിനിയെ കാണുന്നില്ലെന്ന് കാണുമ്പോൾ സൂര്യ ആ ചോരയിൽ കുളിച്ചും കൊണ്ട് സൂര്യ ഇന്ദ്രജയും വേദയെയും അതുപോലെ തന്നെ വിജയും ഒക്കെ തട്ടിമാറ്റി, തനിക്ക് ആരോഗ്യം കിട്ടുമ്പോൾ തട്ടിമാറ്റി സൂര്യ നീട്ടി നിൽക്കുകയാണ്. അതോടുകൂടി സൂര്യയുടെ കാലിനടിയിലെ തൊലിപ്പുറ പുതുതായി വന്ന അതൊക്കെ പൊട്ടുകയാണ് കേട്ടോ. പിന്നീട് ചോരയിൽ കുളിച്ചാകെ സൂര്യ ഇങ്ങനെ സ്റ്റെപ്പിലൊക്കെ ഇറങ്ങി വരുമ്പോൾ നന്ദിനിയെ തിരക്കാണല്ലോ. അപ്പോൾ നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഈ സമയമാണെങ്കിലോ ഇപ്പുറത്ത് പത്മ നന്ദിനിയെ വലിച്ചഴിച്ച് ഗേറ്റിന് വെളിയിലോട്ടാക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. പക്ഷേ നന്ദിനി ഒരിക്കലും പോവില്ല. ആ ഉമ്മറപ്പടിയിലെ ആ ഫില്ലറിൽ അങ്ങ് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് സൂര്യ നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ തൻ്റെ അമ്മ നന്ദിനിയെ പുറത്താക്കാൻ ശ്രമിക്കുന്നത് സൂര്യ കാണുമ്പോൾ സൂര്യ അവിടെ നിന്ന് എണീക്കാൻ നോക്കുമ്പോൾ സൂര്യയുടെ കാൽപാദങ്ങൾ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. ഇതേ സമയം പത്മയെ ഒരൊറ്റ തട്ടങ്ങ് തട്ടിയിട്ട് നന്ദിനി ഓടിച്ചെന്ന് സൂര്യയെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. ഈ സമയം പറയാൻ വാക്കുകളില്ല. ഇവരെല്ലാവരും അത്ഭുതപ്പെട്ടു പോവുകയാണ്. എത്ര അടർത്തി മാറ്റാൻ ശ്രമിക്കുമ്പോൾ സൂര്യയും നന്ദിനിയും ഒന്നിക്കുകയാണ്. അങ്ങനെ നന്ദിനി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് വളരെ നല്ലൊരു രസകരമായ ഒരു സീൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ സൂര്യ സാർ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഒരുപാട് മുത്തങ്ങളും അതുപോലെ തന്നെ സൂര്യയും ഒരുപാട് മുത്തങ്ങളും നൽകാൻ കേട്ടോ. ആ സമയം നന്ദിനി ഇങ്ങനെ നോക്കുമ്പോൾ സൂര്യയുടെ കാലിനടിയിൽ ചോര ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പത്മയാണെങ്കിലോ നന്ദിനിയെ പിടിച്ച് വലിക്കുമ്പോൾ വലിക്കുന്ന ഇടയിൽ നന്ദിനിയുടെ കൈ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്ദിനിയുടെ കൈയിനടിയിൽ നിന്നും ചോരത്തുള്ളികൾ ഉറ്റി വീഴുകയാണ്. ഇതേ സമയം സൂര്യൻ എനിക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയണേ, എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, സൂര്യ സാറിനോട് ഡോക്ടർ നിലത്ത് കാല് കുത്തരുത്. നന്ദിനി ഇനി എന്താ എൻ്റെ അടുത്ത് വരാതിരുന്ന്, അതിന് എന്നെ ആരും അനുവദിക്കുന്നില്ല സൂര്യ സാർ. അപ്പോഴേക്കും മണി അങ്ങോട്ടേക്ക് ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ മണി എത്തുന്നതിനോട് മണിയേട്ടാ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിൻ്റെ ഫോണോ? അതൊക്കെ പിന്നെ പറയാം മോനെ, നിൻ്റെ കാലിനടിയിൽ നിന്നതാ ചോരത്തുള്ളികൾ ഉറ്റി വീഴുന്ന, നീ പെട്ടെന്ന് മുകളിലോട്ട് പോകുമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഈ സമയം അയ്യോ ഇനി എനിക്ക് നടക്കാൻ കഴിയില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ മണിയാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം സൂര്യയെ പൊക്കാൻ നോക്കുമ്പോഴും പൊക്കാൻ കഴിയില്ല കേട്ടോ. ഇതേ സമയം നന്ദിനി പറയാണ്, എനിക്ക് കഴിയും, എൻ്റെ തോളിൽ കൈവെക്കൂ, ഞാൻ പതിയെ ഇങ്ങനെ മുകളിലോട്ട് പതിയെ ഇങ്ങനെ കാല് പൊക്കി പിടിച്ചോളൂ, സൂര്യ സാർ ഹാൻഡ് റെയിലിന് മുകളിൽ കൈ വെച്ചിട്ടോ അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കയറ്റാമെന്ന് പറഞ്ഞ് നന്ദിനി ഈ ചാക്ക് ചുമടേറ്റുന്നത് പോലെ സൂര്യയെ പുറത്ത് ഇങ്ങനെ എറ്റി വലിച്ച് നന്ദിനി ഇങ്ങനെ പതിയെ സൂര്യയെ ഒരുപാട് കഷ്ടപ്പെട്ട് മുകളിലോട്ട് കയറ്റാണ് കേട്ടോ. എന്നാൽ ഈ സമയം പത്മ മാറിടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് മാറ്റാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളങ്ങ് മാറിക്കോ, അല്ലെങ്കിൽ ഈ മകൻ ഇതോടുകൂടി തീരുമെന്ന് പറഞ്ഞ് പത്മയെ മാറ്റി നിർത്തുകയും പിന്നീട് പത്മ മുന്നിലോട്ട് വരാത്തൊരവസ്ഥയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എപ്പിസോഡൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്.